നാഥുല പാസ് വീണ്ടും തുറക്കുന്നു. നാഥുല പാസ് വഴിയുള്ള ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരം ഓഗസ്റ്റ് 1 മുതൽ പുനരാരംഭിക്കും. കോവിഡ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് 2020 മുതൽ നിർത്തിവെച്ച വ്യാപാരമാണ് 6 വർഷത്തിന് ശേഷം വീണ്ടും ആരംഭിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ സിൽക്ക് റൂട്ട് തുറക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം സമ്പദ് വ്യവസ്ഥയ്ക്കും ഇത് നേട്ടമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടി.ജി. സജിത്ത് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജിത്ത്, വ്യാപാര വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവാകും ഈ തീരുമാനം എന്നതാണ് കരുതപ്പെടുന്നത്. അതിനൊപ്പം ഇന്ത്യ ചൈന ബന്ധത്തിൽ വലിയ ഒരു ഊഷ്മളതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിന്റെ സൂചന കൂടിയാണോ? രേണുക, അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ചൈന ബന്ധത്തിൽ വലിയ രീതിയിലുള്ള പുതിയ നീക്കങ്ങൾ ഉണ്ടാവുന്നു. ഒപ്പം തന്നെ ഇരു രാജ്യങ്ങൾക്കിടയിലെയും വ്യാപാരം പുതിയ രീതിയിലേക്ക് കടക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷം നടന്ന ഇരു രാജ്യങ്ങൾക്കിടയിലെ ചർച്ചയാണ് സുപ്രധാനമായി നീക്കത്തിന് വഴി തുറന്നത്. അജിത് ഡോവലും ഒപ്പം തന്നെ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി നടന്ന ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച നീക്കങ്ങൾ ഉണ്ടായത്. അതായത് ഹിമാലയം വഴിയുള്ള 3 പ്രധാനപ്പെട്ട ഹിമാലയം പാതകൾ തുറന്നു കൊടുക്കുക എന്നൊരു നീക്കം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഴയ സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായ നാഥുല പാസ്. നേരത്തെ കൈലാസ് മാനസരോവർ യാത്രകൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുത്തിരുന്നെങ്കിൽ കൂടിയും വ്യാപാര ബന്ധങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുത്തിരുന്നില്ല. 6 വർഷത്തിന് ശേഷമാണ് ഇത് വീണ്ടും തുറന്നു കൊടുക്കാനുള്ള ഈ നീക്കം ഉണ്ടാവുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് നാഥുല പാസാണ്, മറ്റൊന്ന് ഇത് ഷിപ്കില, ഹിമാചൽ പ്രദേശിലെ ഷിപ്കില, ഒപ്പം തന്നെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ആ പാത തുറന്നു കൊടുക്കപ്പെടുന്നു. മറ്റൊന്ന് ലിപുലേഖ്, ഉത്തരാഖണ്ഡ് വഴിയുള്ള ലിപുലേഖ്. ഈ 3 പാതകൾ കൂടിയാണ് തുറന്നു കൊടുക്കാനുള്ള നീക്കം ഉണ്ടാവുന്നത്. ഇതിൽ ആദ്യത്തെ നീക്കമാണ് നാഥുല പാസ്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് അടച്ചിട്ട പാത 2006 ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് 2006 തുറന്നു കൊടുക്കപ്പെടുന്നത്. പിന്നീട് 2020 വരെ സുഗമമായി ഈ വഴിയുള്ള വ്യാപാരം നടന്നിരുന്നു. ഒടുവിൽ കോവിഡ് വന്നതിനെ തുടർന്ന് 6 വർഷം മുമ്പ് നിർത്തിവെച്ച വ്യാപാര ബന്ധമാണ് പുനരാരംഭിക്കുന്നത്. ടിബറ്റും സിക്കിമും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാത ചൈനയുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ തന്നെ ഒപ്പം തന്നെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളും പരസ്പരം കൈമാറാൻ കഴിയുന്ന സാധ്യത തുറക്കുന്ന ഒരു പാത കൂടിയായി മാറുകയാണ്. എന്തായാലും മറ്റ് ഹിമാലയൻ പാതകൾ കൂടി വഴി തുറക്കുന്ന, വ്യാപാരത്തിന് വഴി തുറക്കുന്ന നീക്കങ്ങൾക്കും തുറക്കമിടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 14,000 അടി മുകളിലുള്ള ഒരു വ്യാപാര പാത കൂടിയാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിനോദസഞ്ചാര രംഗത്തും ഏറെ പ്രാധാന്യമുള്ളത് കൂടിയാണ്. ഒപ്പം പ്രാദേശിക വികസനത്തിനും ഇത് വഴി തുറക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, ടി.ജി. സജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.